ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. AKCTA നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും നവംബർ 2-ന് നടക്കും. നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ഏത് രംഗത്തെടുത്താലും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലായാലും എല്ലാ രംഗങ്ങളിലും AKCTA ഒരു മുദ്ര പതിപ്പിക്കാറുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട്. അത് പ്രളയകാലത്തായാലും ഒരു 5ഓളം വീടുകൾ നമ്മൾ ഈ ഭാഗത്ത് വെച്ചു, ഒരു 2ഓളം വീടുകളുടെ റിപ്പയർ ഞങ്ങൾ നടത്തി കൊടുത്തു. അങ്ങനെ എല്ലാ ചാരിറ്റി വർക്കുകളും നമ്മൾ അതിൻ്റെ വേണ്ടതായ രീതിയിൽ തന്നെ ഈ കാലഘട്ടങ്ങളിൽ ചെയ്തു കൊടുക്കുന്നു. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നിലമ്പൂരിലുള്ള ഔഷധ വ്യാപാരികളുടെ ഒരു മേഖലാ സമ്മേളനം ഈ വരുന്ന 2-ാം തീയതി ഞായറാഴ്ച റോക്ക്ടെയിൽ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. താളിപ്പോയിലുള്ള റോക്ക്ടെയിൽ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച, അതായത് 2-ാം തീയതി നമ്മുടെ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവുമാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA ആര്യാടൻ ഷൗക്കത്ത് അവർകളാണ്. അന്നേ ദിവസം തന്നെ നമ്മൾ നിലമ്പൂരിലുള്ള 2 പേരെ ആദരിക്കുന്നു. നമ്മുടെ ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഡോക്ടർ മനോജ് അദ്ദേഹത്തെയും, അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ടീമിൽ ഇടം നേടിയ മുഹമ്മദ് ഉവൈസിനെയും ആ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവിലുള്ള AKCTA ധനസഹായങ്ങളും സഹായ വിതരണങ്ങളും ആ വേദിയിൽ വെച്ച് നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളുടെയും കുട്ടികളുടെയും എല്ലാ കലാപരിപാടികളും വിനോദ പരിപാടികളെല്ലാം നവംബർ 2-ന് വൈകുന്നേരം 5 മണിക്ക് വടപുറം താളിപ്പോയിലെ റോക്ക്ടെൽ റിസോർട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായ മുഹമ്മദ് ഉവൈസിനെയും ഷോർട്ട് ഫിലിമിൽ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ഡോക്ടർ മനോജ് എന്നിവരെയും ആദരിക്കുമെന്നും അവർ പറഞ്ഞു. സംസ്ഥാനത്തെ ഔഷധ വിതരണക്കാർ മരുന്നുകൾ MRP വിലയിൽ നിന്നും കുറച്ച് വിൽപ്പന നടത്തിയതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ GSTയിൽ ഇളവ് വരുത്തിയപ്പോൾ അതിന്റെ ഗുണം നേരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ച് സംഘടന ദേശീയ തലത്തിൽ തന്നെ മാതൃകയായി. ഔഷധ വിതരണ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ വൻകിട കോർപ്പറേറ്റ് കുത്തകകൾ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വൻകിട ആശുപത്രികൾ ഉൾപ്പെടെ ഇവരുടെ കൈകളിലേക്ക് എത്തുകയാണ്. കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് ചെറുക്കാൻ സംഘടനാ തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ വേണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനൌഷധി സെന്ററുകളിലൂടെ ജനൌഷധിയുടെ മരുന്നുകൾ അല്ലാത്ത മരുന്നുകളും വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിനെതിരെ സംഘടന നിയമപരമായ പോരാട്ടം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 1950 രൂപം കൊണ്ട സംഘടന കഴിഞ്ഞ 75 വർഷമായി ഔഷധ വിതരണം നല്ല രീതിയിൽ നടത്തിവരികയാണ്. ഔഷധ വ്യാപാരികളുടെ സംഘടന എന്ന നിലയിൽ AKCTA ജില്ലയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തിവരുന്നു. 5 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനായി 2 വീടുകൾ റിപ്പയർ ചെയ്തു കൊടുത്തു. കൂടാതെ നിരവധി ആളുകളെ സഹായിക്കാനും കഴിഞ്ഞു. നവംബർ 2-ന് നടക്കുന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾക്കുള്ള സഹായങ്ങളും വിതരണം ചെയ്യും. നിലമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പൂവാടി രാജൻ, നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് U നരേന്ദ്രൻ, സംസ്ഥാന കമ്മിറ്റി അംഗം T അബ്ബാസ്, യൂണിറ്റ് സെക്രട്ടറി അബ്ദുട്ടി ചങ്കരത്ത് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.